ഹായ്, എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ചിക്കൻ നൂഡിൽസാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുറച്ച് നൂഡിൽസ് ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ചിക്കനിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 250 ഗ്രാമോളം ചിക്കനുണ്ട്, ബോൺലെസ് ചിക്കനാണ്. അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 3/4 ടീസ്പൂണോളം വിനീഗറും 1 സ്പൂണോളം സോയാ സോസും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 മുട്ട ഞാൻ എടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം അതിൽ നിന്ന് 1 സ്പൂണിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ട് ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കിയതിന് ശേഷം നമുക്കിത് ഒന്ന് മാറ്റി വയ്ക്കാം. അപ്പോഴേക്കും നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ഒരു കടായിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബാക്കി മുട്ട നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാൻ പോവുകയാണ്. വീണ്ടും നമ്മൾ ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 1 സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1 സ്പൂണോളം വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും 3/4 ടീസ്പൂണോളം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തതുമാണ്. അത് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നീളത്തിൽ കനം കുറച്ച് കട്ട് ചെയ്തിരിക്കുന്ന ചിക്കൻ പീസ്, അത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഒരുപാട് ടൈമൊന്നും വേണ്ട വേകാനായിട്ട്. ഒരു 5 മിനിറ്റ് തന്നെ വേണ്ടി വരില്ല. നന്നായിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലാണ് തീ വെച്ചിരിക്കുന്നത്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഉള്ളിയാണ്. സവാള ഒരു പകുതിയോളം നമ്മൾ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ക്യാപ്സിക്കം യെല്ലോ കളറും ഒരു ഗ്രീൻ ക്യാപ്സിക്കവും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നീളത്തിൽ കട്ട് ചെയ്തതാണ്. ഇനി നമ്മൾ ക്യാബേജ് ചേർത്ത് കൊടുക്കുകയാണ്. അതേപോലെ തന്നെ ക്യാരറ്റ്. ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനിയും 1 സ്പൂണോളം ചില്ലി സോസും 1 സ്പൂൺ വിനീഗർ, 1 സ്പൂൺ സോയാ സോസ്, ഡാർക്ക് സോയാ സോസാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. ഇത്രയും ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് വീണ്ടും നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നൂഡിൽസ് ചേർത്ത് കൊടുക്കാം. നൂഡിൽസ് ചേർത്തതിന് ശേഷം അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് പൊടിഞ്ഞു പോകാണ്ട് ശ്രദ്ധിച്ച് വേണം ഇത് മിക്സ് ചെയ്യാനായിട്ട്. ഇതേപോലെ 2 ഫോർക്ക് ഉണ്ടെങ്കിൽ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം നന്നായിട്ട് മിക്സായി വരുന്നതായിരിക്കും. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് വെച്ചിരുന്നത് നമ്മൾ മുട്ട ചേർത്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സ്പ്രിംഗ് ഒനിയൻ്റെ ഇല നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ചേർത്ത് കൊടുക്കാം. അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയും ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.